വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തുന്നതായി പരാതി. ആലുവ സ്വദേശികളായ നൌഷാദ്, നസീറ ദമ്പതികളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരിൽ നിന്നും വിദേശ ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തത്. മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കുമടക്കം പരാതികൾ നൽകിയിട്ടുണ്ട്. ദുബായിൽ രുചിക്കൂട്ട് എന്ന പേരിൽ സ്വന്തമായി റെസ്റ്റോറന്റ് ഉണ്ടെന്നും അവിടെ ജോലി നൽകാമെന്നും വാഗ്ദാനം ചെയ്താണ് സ്ത്രീകളടക്കമുള്ള നിരവധി പേരിൽ നിന്ന് നൌഷാദ്, നസീറ ദമ്പതികൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. എന്നാൽ ഓരോരുത്തരിൽ നിന്നും 2 ലക്ഷത്തിലധികം രൂപ കൈപ്പറ്റിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും വിസ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, പണം തിരികെ നൽകാനും ഇവർ തയ്യാറായിട്ടില്ല. രുചിക്കൂട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞേച്ചാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ, എൻ്റെ 2 കൂട്ടുകാരുടെ കയ്യിൽ നിന്നും കൂടി 6 ലക്ഷം രൂപ നൌഷാദിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ട് നസീമയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്ത് ബാങ്ക് വഴി. പക്ഷേ ഇദ്ദേഹത്തോട് ഞങ്ങൾ ഡിസംബർ 29 തീയതി ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് വിസ തരുമോ, ഇയാൾ കൊണ്ടുപോകുന്നതിനെ പറ്റി യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. മൂവാറ്റുപുഴയിലുള്ള ജോസ് സിറ്റിവില എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ മുഖേനയാണ് ഞങ്ങൾ ഈ നൌഷാദ് എന്ന് പറഞ്ഞ ഇക്കാനെ പരിചയപ്പെടുകയും അവിടെ ഗൾഫിലായിരുന്നപ്പോൾ തന്നെ ഞങ്ങളെ വീഡിയോ കോൾ ചെയ്ത് സംസാരിപ്പിക്കുകയും അവിടെ 50,000 രൂപ സാലറിയോട് കൂടി നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തരാം, അവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ രുചിക്കൂട്ട് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങൾ കയറുകയും 50,000 രൂപയുടെ സാലറിയോട് കൂടി നിങ്ങൾക്ക് ജോലി മേടിച്ച് തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടായെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോരുകയും ചെയ്യാം. ചതിക്കുമായിരുന്നു പിന്നീട് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ പല സമയങ്ങളായിട്ട് ഇങ്ങനെ നാളെ പോകാം മറ്റന്നാൾ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ട് വലിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി ഇതൊരു പറ്റിക്കലാണെന്ന്. പുള്ളി പറയും ഒരുമിച്ച് പോകാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതൊരു പ്രതീക്ഷയിൽ നിന്നു. പിന്നെ ഡേറ്റുകൾ മാറുന്നതനുസരിച്ചിട്ട് നോക്കിയപ്പോൾ പറ്റിക്കപ്പെട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും നിങ്ങളെന്തൊരു ട്രാവൽസ് വഴി കൊടുക്കാൻ. ഞാൻ ഇതേപോലെ ഒരു ട്രാവൽസ് വഴി പൈസ കൊടുത്തിട്ടും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരനാണ്, പേര് കേട്ട ഒരു വീട്ടുപേരൊക്കെ ഉള്ള ആൾക്കാർ. കടം വാങ്ങിയും ലോൺ എടുത്തും മറ്റുമാണ് പലരും ഇവർക്ക് പണം നൽകിയത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പരാതികൾ ഉണ്ടായിട്ടും ആലുവ സ്വദേശികളായ ദമ്പതികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. തുടർന്ന് പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങുകയാണ് പരാതിക്കാരിൽ പലരും. ഏകദേശം ഞങ്ങൾ അന്വേഷിച്ചനുസരിച്ചിട്ട് പലരും പറയണനുസരിച്ചിട്ട് 100 പേരോളം ഉണ്ട്. അവർ രംഗത്തേക്ക് വരാത്തതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാശുകൾ പോകും. ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കുകയാണ്. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സാർമാർ പറയണത് ഞങ്ങൾക്ക് പൈസ വാങ്ങിച്ചു തരാനുള്ള റൂളില്ല, അവൻ്റെ അടുത്തുനിന്ന് പൈസ എങ്ങനെയാലും നിങ്ങൾ വാങ്ങിച്ചെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയണല്ലാതെ ഡേറ്റുകൾ കേട്ട് ഞങ്ങൾ തഴമ്പായി. മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കുമടക്കം പരാതികൾ നൽകി. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. മറിച്ച് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു എന്നാരോപിച്ച് നൌഷാദ് പണം നഷ്ടപ്പെട്ടവർക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. ഒരു കോൺഗ്രസ് നേതാവിന്റെ ബന്ധുകൂടിയായ ഇയാളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നാണ് പരാതിക്കാരുടെ വാദം. പണം തിരികെ ലഭിക്കുന്നതിനു പുറമെ ദമ്പതികളുടെ വിദേശത്തുള്ള അനധികൃത ഇടപാടുകൾ അന്വേഷണ വിധേയമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ജനം, കൊച്ചി.